നമ്മൾ ആദ്യമായിട്ടൊരു ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ തന്നെ നമുക്കൊരു അടുത്ത ലെവലിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മുടെ സ്വന്തം സ്ഥലം വിട്ടിട്ട് കേരളത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് അങ്ങനെ അത്തരത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിലാണ് നമ്മൾക്ക് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് മെയിൻ വില്ലനായിട്ട് വരുന്നത്. നമ്മളോട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം ഇംഗ്ലീഷിൽ ചോദിച്ചാൽ പോലും നമുക്ക് അതിൻ്റെ ഉത്തരമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടി മറിഞ്ഞിങ്ങനെ വരും, എല്ലാ കറക്റ്റ് ആൻസറുകളും വരും. പക്ഷെ ഇതൊന്നും നമ്മൾക്ക് ഒരാൾ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ നമുക്ക് അയാളുടെ അടുത്ത് ഇംഗ്ലീഷിൽ തിരിച്ച് ഇതൊന്നും മറുപടിയായിട്ട് പറയാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയേണ്ട വാക്കുകൾ നമ്മൾ ചോദിക്കും, ദൈവമേ ഇത് മലയാളത്തിൽ എനിക്കറിയാലോ, ഇതിന് ഇംഗ്ലീഷ് വാക്ക് എന്തായിരിക്കും? നമ്മൾ പലപ്പോഴും സ്റ്റക്കായി പോകുന്നത് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയാൻ പറ്റിയ വാക്കുകൾ നമുക്ക് കിട്ടാറില്ല, അല്ലേ? ഇങ്ങനെ പലപ്പോഴും സ്റ്റക്കായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ സ്റ്റക്കായി പോകുന്ന തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് നമുക്ക് പലപ്പോഴും തോന്നും ഒരു ബാലികേറാ മലയാണ്, എന്നെ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റൂല, ഞാനൊന്നും പഠിച്ചാൽ ശരിയാവൂലെന്നേ. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ചെറിയ ഭാഷ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്ന ഒരു സംഭവം പഠിച്ചു എന്ന് വിചാരിക്കാം, നമുക്ക് അതിനുശേഷം ഉണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതായത് നമുക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലേ? നമ്മുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെയാണെങ്കിൽ പോലും നമുക്ക് പ്രൊമോഷന് സാധ്യതയുണ്ട്. പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞാൽ ശമ്പളം കൂടി നമ്മുടെ ജീവിത നിലവാരം കൂടും. അപ്പോൾ സാമ്പത്തികമായും സാമൂഹികപരമായും അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലായാലും നമ്മൾക്ക് നല്ലൊരു ഒരു ഗ്രോത്തിന് സാധ്യതയുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു ഭാഷ എന്ന് പറയുന്ന സാധനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധ്യതയുണ്ട്. ഇനി പുറത്ത് ജോലിക്ക് പോയാലും, ഇന്ത്യക്ക് പുറത്ത് ജോലിക്ക് പോയാലും നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ജോലി കിട്ടാനും തയ്യാറാണ്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഈ ഭാഷ പഠിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ ആദ്യമേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഷ പഠിക്കുന്നത് പിന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല. പക്ഷെ നമ്മൾക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്ന ഈ വാക്കുകൾ കിട്ടാതാവുന്ന ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും, അല്ലേ? നമ്മളിൽ ഭൂരിഭാഗം പേര് ഇപ്പോഴും അത് ചിന്തിക്കുന്നുണ്ടാവും, എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? ഈ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു, പക്ഷേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഇതുവരെ പറഞ്ഞില്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് പറയുന്ന ഒരു സംഭവമാണ്, നമ്മളൊരു ഫോട്ടോഗ്രാഫി മെത്തേഡാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. തീർച്ചയായിട്ടും തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക്, ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുന്ന കിടിലൻ ഒരു മെത്തേഡാണ് ഫോട്ടോഗ്രാഫി മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് യൂസ്ഫുൾ ആവുന്നത് അല്ലെങ്കിൽ എളുപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെ കയ്യിലും ഇന്ന് ഒരു ക്യാമറയുള്ള ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. നമ്മൾക്ക് ഫോട്ടോ എടുക്കാൻ, സെൽഫി എടുക്കാൻ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വില്ലേജിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്, നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കവലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജംഗ്ഷനിൽ സെൻറ്ററിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള നിയറസ്റ്റ് ടൗണിലേക്ക് പോകുന്നു, നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ, ബസ് സ്റ്റാൻഡ്, റെസ്റ്റോറൻറ്റ്, പാർക്ക്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കൂട്ടുകാരെ കാണുന്ന ചില സ്ഥലങ്ങൾ, ഷോപ്പിങ്ങിന് പോകുന്ന സ്ഥലങ്ങൾ, ഇവിടെ എല്ലാം ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഇവിടെ നിന്നെല്ലാം പറ്റാവുന്ന തരത്തിലുള്ള ഫോട്ടോകൾ നമ്മൾ എടുത്തുകൊണ്ട് വരണം. ഫോട്ടോൻ്റെ ഭംഗിക്ക് ഇതിനകത്ത് യാതൊരു പ്രാധാന്യമില്ല കേട്ടോ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആക്കി മാറ്റാനൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും ഓരോ ഫോട്ടോ എടുത്തിട്ട് വരണം. രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു 10, 15, 20 ഫോട്ടോകളുണ്ട്. നിങ്ങൾ യാത്ര ചെയ്ത പല സ്ഥലങ്ങളിൽ പല സാഹചര്യങ്ങളിൽ നിന്നുള്ള ഒരു 20 ഫോട്ടോകളുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റഡി ബുക്ക് എന്ന് പറയുന്ന സംഭവം ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റഡി ബുക്ക് ഉണ്ടാവണം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റഡി ബുക്ക് തുറന്നു വെച്ച് ഒരു പാൻ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഫോട്ടോ 1 by 1 ആയിട്ട് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫോട്ടോ എടുത്തിട്ടുണ്ട്, നമുക്ക് അറിയുന്ന ഫോട്ടോകളാണ്, നമ്മൾ അറിയുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്, പിന്നെ എന്താ പ്രത്യേകിച്ച് നോക്കാനുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ എടുക്കുന്നു, ആദ്യത്തെ ഒരു ഫോട്ടോ എടുക്കുന്നു, അതിനുശേഷം നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന സ്ഥലങ്ങൾ, ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ മരങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ മരത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? അറിയുമെന്നുണ്ടെങ്കിൽ മരം ഇന്നതാണെന്ന് എഴുതി വയ്ക്കുക. അറിയാത്താണെങ്കിൽ മരം എന്ന് മലയാളത്തിൽ എഴുതിയിട്ട് അപ്പുറത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വയ്ക്കാം, അറിയില്ല. അപ്പുറത്ത് കുറേ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചായക്കട കാണുന്നുണ്ട്, ഒരു ഉന്തുവണ്ടി കാണുന്നുണ്ട്, ബസ് പോകുന്നുണ്ട്, ഓട്ടോറിക്ഷ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ കുറേ യാചകർ നടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്, അവിടെ കളിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ആ ഫോട്ടോയിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നു, ആ കാണുന്ന സാധനങ്ങളുടെ പേരുകൾ മുഴുവൻ നിങ്ങൾക്ക് ഒരു 95% അല്ലെങ്കിൽ 99% സാധനങ്ങളുടെ പേരുകളും നമുക്ക് മലയാളത്തിൽ എന്തായാലും അറിയും. കാരണം അറിയാതിരിക്കാൻ യാതൊരു വഴികളില്ല. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളുടെ പേരുകൾ മുഴുവൻ നമ്മൾ മലയാളത്തിൽ എഴുതി വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ വാക്ക് റൈറ്റ് സൈഡിൽ എഴുതി വയ്ക്കുന്നു. കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബ്ലാങ്ക് വിട്ടതിന് ശേഷം നമ്മളിതെല്ലാം എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ഗൂഗിളിൽ പോകുന്നു, ഈ മലയാളത്തിൽ ഇതിൻ്റെ അടിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ
അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട വാക്കുകളൊക്കെ ഗൂഗിൾ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഉദാഹരണത്തിനാണ് മരം എന്ന് പറയുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ അതിന് ട്രീ എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് ഇംഗ്ലീഷ് കിട്ടിയിരിക്കാം. ഇനി അത് സംസാരിക്കുമ്പോൾ നമുക്ക് ട്രീ എങ്ങനെ ഉപയോഗിക്കാം? അപ്പോൾ നമ്മൾക്ക് അതേ സെയിം സാധനം നമ്മൾ ഗൂഗിളിൽ വീണ്ടും അടിച്ച് നോക്കുന്നു, എക്സാമ്പിൾ സെൻറ്റൻസസ് വിത്ത് ട്രീ. അപ്പോൾ ട്രീ എന്ന് പറയുന്ന വാക്കുള്ള ഒരുപാട് സെൻറ്റൻസുകൾ അതിനകത്ത് ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചു നോക്കുന്നു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി, നാളെ നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും മരത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മരത്തിൻ്റെ എന്തെങ്കിലും സംസാരിക്കുന്ന ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് പറയേണ്ടതെന്നും മരത്തിന് പകരം ട്രീ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായി. ഇതിൻ്റെ ഒരു ബേസിക് എന്തുകൊണ്ടാണ് നമ്മളോട് നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഡെയിലി യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി ഫോട്ടോ എടുക്കാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നിത്യജീവിതത്തിലുള്ള വേണ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും മറ്റു പല സാഹചര്യങ്ങളിലും നിങ്ങൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാതെ ഇംഗ്ലീഷ് വാക്ക് കിട്ടാതെ നമ്മൾ പലപ്പോഴും സ്റ്റക്കായി പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്റ്റക്കാവുന്ന ആളുകൾക്ക് ആ സ്റ്റക്കാവലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന കിടിലൻ ഒരു മാർഗ്ഗമാണ് ഫോട്ടോഗ്രാഫി മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് യാത്ര ചെയ്തു, നിങ്ങൾ ഇന്ന് കുറേ ഫോട്ടോ എടുത്തു, നിങ്ങൾ ഇന്ന് തന്നെ അത് പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ 6 മാസം മുൻപ് എടുത്ത ഫോട്ടോ ആണ്, നിങ്ങളുടെ ഇപ്പോൾ ഓൾറെഡി മുന്നേ യാത്ര ചെയ്ത സ്ഥലങ്ങളിലെ ഫോട്ടോകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോകൾ നോക്കിയിട്ട് ഇപ്പോഴും നിങ്ങൾക്കത് പഠിക്കാം. നിങ്ങൾ അതിനായിട്ട് യാത്ര ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ യാത്രകൾ എന്നും പുതിയ എക്സ്പീരിയൻസ് തരുന്നൊരു സംഭവം ആയതുകൊണ്ടും യാത്രകൾ ചെയ്യാൻ എല്ലാ ആളുകൾക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തിട്ട് അതിലുള്ള സാധനങ്ങളുടെ പേരുകൾ മലയാളത്തിൽ എഴുതണം. അതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇംഗ്ലീഷ് വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇംഗ്ലീഷ് വാക്കുകൾ വെച്ചിട്ടുള്ള ഉദാഹരണ സെൻറ്റൻസുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ മെത്തേഡിനെയാണ് ഫോട്ടോഗ്രാഫി മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ട് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഒരു വ്ളോഗിങ് ചാനൽ കൂടി ഉണ്ട്. ഈ അടുത്ത് തുടങ്ങിയ ഒരു വ്ളോഗിങ് ചാനലാണ്. നമ്മുടെ ഫാമിലി വ്ളോഗിങ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ കയറി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ചാനലും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ഏതെങ്കിലും കിടിലനൊരു ടിപ്പോ ട്രിക്സോ ഒക്കെ ആയിട്ട് കാണുന്നവരിക്കും. ദിസ് ഈസ് ഷിജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.